വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ കമ്പനി ബോർഡ് LGS പരീക്ഷയെ ലക്ഷ്യം വെച്ചാണ് പഠിക്കുന്നത്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഡിസംബറിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു. 2026 പകുതിയോടുകൂടി എക്സാമും. അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ ആനുകാലികം ഒരു പ്രസക്ത വിഷയമാണ്. അതുപോലെ ഇനി നടക്കാൻ പോകുന്ന എല്ലാ PSC പരീക്ഷക്കാർക്കും ഈ ആനുകാലികം പഠിച്ചെടുക്കുക കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ആനുകാലികത്തെ വരുതിയിലാക്കാൻ ആനുകാലികത്തിൻ്റെ പോരായ്മകൾ അറിഞ്ഞു പഠിക്കുക. ആനുകാലികത്തിന് എന്തൊക്കെയാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, ആ ആനുകാലികത്തെ നമുക്ക് പ്രതിസന്ധികളെ മറികടന്ന് എങ്ങനെ പഠിക്കാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. ആനുകാലികം അഥവാ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പരീക്ഷ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ 2026 പകുതിയോടുകൂടി ഈ പരീക്ഷ കാണും. ആ കൺസെപ്റ്റിൽ നമുക്ക് ആനുകാലികത്തെ ഒന്ന് വിവരിക്കാം. ആനുകാലികത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുമ്പോൾ അത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് PSCയോ അല്ലെങ്കിൽ അധ്യാപകരോ ആരും വ്യക്തമായിട്ട് പറയില്ല. അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. അതാണ് കുട്ടികളെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം. എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നറിയില്ല. അതിൻ്റെ പരിഹാര മാർഗം എന്ന് പറയുമ്പോൾ 2026 ജൂണിൽ നടക്കുന്ന പരീക്ഷ, എൻ്റെ ഒരു കൺസെപ്റ്റിൽ ആ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷമുള്ള ആനുകാലികം വരാൻ സാധ്യതയില്ല. കാരണം ചോദ്യപേപ്പറിൻ്റെ പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളും നടക്കുന്നുമുണ്ട്. ഇതുപോലെ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളുടെ ഓരോ പരീക്ഷയുടെയും മീൻസ് പരീക്ഷ അതിനൊരു 3 മാസം മുൻപുള്ള ആനുകാലിക സംഭവങ്ങൾ വരെ ചോദിക്കാം. അത് ബാക്കിലോട്ട് എടുക്കുകയാണെങ്കിൽ 2025 മുഴുവനും 2026 പരീക്ഷയ്ക്ക് ആനുകാലികമായിട്ട് ചോദിക്കാം. അതുകൂടാതെ 2024 കയറുമ്പോൾ അല്പസ്വല്പം കാര്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെ വേണം പരീക്ഷയ്ക്ക് ഏതൊക്കെ വർഷത്തെ ആനുകാലികം ചോദിക്കും എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരിക 2025 നിന്നായിരിക്കും. 26 കുറച്ച് ചോദ്യങ്ങൾ, 24 കുറച്ച് ചോദ്യങ്ങൾ. ഇങ്ങനെ വേണം നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അടുത്ത പ്രശ്നം സിലബസാണ്. ഇപ്പോൾ LGSൻ്റെ കേസിൽ പറയും കലാശാസ്ത്രം, സാഹിത്യം, കായികം ഇവയുമായിട്ട് ബന്ധപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ. ഇതും പാരാവാരം പോലെ കിടക്കുക. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കാം. കേരളത്തിൽ സംഭവിക്കാം, ഇന്ത്യ സംഭവിക്കാം, ഏഷ്യ സംഭവിക്കാം, ലോകത്ത് എമ്പാട് സംഭവിക്കാം. ഇതിലേതൊക്കെ പഠിക്കണം? അത് പിന്നെയും കൺഫ്യൂഷനാണ്. എൻ്റെ കൺസെപ്റ്റിൽ ഒരു 10ാം ക്ലാസ് വരെയുള്ള പരീക്ഷയ്ക്ക് നമ്മുടെ സംസ്ഥാനം, ജില്ലാ, സംസ്ഥാനം, രാജ്യം ഇത്രയും വരെ പോയാൽ മതി. ലോകത്തിലെ അത്ര പ്രസക്തമായ കാര്യങ്ങളാണെങ്കിലേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ബഹിരാകാശം, സുനിത വില്യംസ്, ഇതൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ നടന്നതാണോ ഇന്ത്യയിൽ നടന്നതല്ലയോ അങ്ങനെയുള്ള കൺസെപ്റ്റ് കൂടാതെ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വരാം. KS പോലുള്ള പരീക്ഷയ്ക്കാവുമ്പോൾ രാജ്യാന്തര വിവരങ്ങളൊക്കെ വരാം. നമ്മളിപ്പോൾ കമ്പനി ബോർഡ് LGS ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നടന്ന ആനുകാലിക സംഭവങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനുശേഷം ഇന്ത്യയിൽ നടന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ലോക പ്രശസ്തമായ കുറച്ച് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ രീതി വേണം നമ്മൾ സിലബസിനെ മാറ്റിയെടുക്കാൻ. ഇനി മൂന്നാമത്തെ വിഷയം, മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരുപാട് ആനുകാലിക പുസ്തകങ്ങൾ ഇറങ്ങും. റാങ്ക് ഫയലുകളിലാണെങ്കിൽ 350 പേജും വായിച്ചാൽ ബോറടിക്കുന്ന പോലത്തെ കുറേ ആനുകാലികം കാണും. ഇതെല്ലാം കൂടെ തിരഞ്ഞെടുത്ത് എങ്ങനെ പഠിക്കും? അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രശ്നം. ഇതിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എൻ്റെ കൺസെപ്റ്റിൽ ഞാനൊരു മത്സര പരീക്ഷ വിജയിച്ച വ്യക്തിയാണ്. ആ നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ അതാത് ദിവസത്തെ പത്രം വായിക്കുക, ആനുകാലികത്തിന് ഒരു നോട്ട് ബുക്ക് വയ്ക്കുക, പത്രവാർത്തകളിൽ നിങ്ങൾക്ക് മെയിനെന്ന് തോന്നുന്ന കണ്ടൻറ്റ് നിങ്ങളതിൽ കുറിച്ചിടുക. 4-5 കണ്ടൻറ്റേ കാണുള്ളൂ. അങ്ങനെ കുറിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ
തൊഴിൽ പ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ചിലർക്ക് പുച്ഛമാണ്, എനിക്കത്ര പുച്ഛമില്ല. അപ്പോൾ ഈ 2 പ്രസിദ്ധീകരണങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലാണല്ലോ വരുന്നത്. ആ ആഴ്ചയിലെ മുഴുവൻ പ്രധാന സംഭവങ്ങളും അവരതിൽ വിവരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് വായിച്ച് നോക്കിയോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടോ നമുക്ക് ഏതെങ്കിലുമൊക്കെ പോയിൻ്റ് മിസ്സായല്ലോ ഈ ഡെയിലി പത്രത്തിൽ വരുന്നതിൽ നിന്ന്, ആ മിസ്സായത് ഒന്നുകൂടി വായിക്കുക. അപ്പോൾ നമ്മൾ എഴുതി വെച്ചതും വായിക്കും, ഈ തൊഴിൽ വാർത്തയിലെ, തൊഴിൽ വീതിയിലെ വീക്കിലി കണ്ടൻറ്റും നമ്മൾ വായിക്കും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ PSCയുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, PSC ബുള്ളറ്റിൻ. കുറേയേറെ ആനുകാലികം PSC അതിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്താണ് ചോദിക്കുന്നത്. അത് 2 ആഴ്ചയിലൊരിക്കലാണ് വരുന്നത്. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ പത്രവാർത്തകൾ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലെ ന്യൂസുകൾ, ഇതിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് PSC ബുള്ളറ്റിനിൽ നിന്ന് എന്തൊക്കെ വന്നു, ആ കണ്ടൻറ്റും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ഇതിനെ എല്ലാം ആശ്രയിച്ച് 1 മാസം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ആനുകാലിക ഗൈഡ് കാണും. അത് നിങ്ങൾ പത്രം വായിച്ച് നിങ്ങൾ എഴുതിയ നോട്ട്, നിങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് നിങ്ങൾ എഴുതിയ നോട്ട്, അത് നിങ്ങൾ മറക്കാൻ സാധ്യത വളരെ കുറവാണ്. അതല്ലാതെ വേറെ പുതിയ പുതിയ സംഗതികളുടെ പുറകെ ആനുകാലികത്തിന് വേണ്ടി സഞ്ചരിക്കരുത്. എത്ര കഷ്ടപ്പെട്ടാലും മുഴുവൻ മാർഗം മേടിക്കാൻ പറ്റും എന്ന് ഉറപ്പ് തരാൻ പറ്റാത്ത ഒരു മേഖലയാണ് ആനുകാലികം. ഇനി 4-മത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിൻ്റ്, നിങ്ങളിപ്പോൾ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ആനുകാലികം എത്ര നാളത്തെ പഠിക്കണമെന്ന് ഞാൻ ഉത്തരം തന്നു, എന്തൊക്കെ പഠിക്കണമെന്ന് ഞാൻ ഉത്തരം തന്നു, ഏത് രീതിയിൽ പഠിക്കണമെന്നും ഞാൻ ഉത്തരം തന്നു. ഇനി ആനുകാലികം പരീക്ഷയിൽ ഫേസ് ചെയ്യുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ LGSന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ഉറപ്പായിട്ടും 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മളീ പറഞ്ഞ രീതിയിൽ കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെയുള്ള 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഒരിക്കലും കറക്കി കുത്താൻ നിൽക്കരുത്. അവിടെയാണ് കൂടുതൽ പേർക്കും പരാജയം ഉണ്ടാവുന്നത്. ആനുകാലികത്തിന് മുഴുവൻ മാർക്കും മേടിക്കാം എന്നുള്ള കൺസെപ്റ്റിൽ പരീക്ഷ എഴുതാൻ പോകണ്ട. ആനുകാലികത്തിന് മാക്സിമം മാർക്ക് മേടിക്കുക എന്ന കൺസെപ്റ്റിൽ മാത്രം പരീക്ഷ എഴുതാൻ പോവുക. നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടും കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളാണ് അവിടെ ചോദ്യമായി വരുന്നതെങ്കിൽ അതിനെ ഒഴിവാക്കിയേക്കുക, ഒരു തരത്തിലും അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞ 4 പോയിൻറ്റ്സും അതിൻ്റെ 4 റിക്കവറിയും നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാൽ എത്ര ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനും ആനുകാലികം കീഴടക്കി പഠിക്കാൻ സാധിക്കും. ഇതിനകത്തിൽ ബോറിംഗ് ഇല്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ പഠിക്കുന്നു. ഓരോ ദിവസവും 4-5 പോയിൻ്റ് വായിക്കുന്നു, എഴുതുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു. പരീക്ഷ അടുപ്പിച്ച ആനുകാലികത്തിന് വേണ്ടി ഒരുപാട് സമയമൊന്നും മെനക്കെടാതെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ഒരു വരി കുറിച്ചിടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് കമ്പനി ബോർഡ് LGSൻ്റെ മോഡൽ എക്സാം പ്രിപ്പറേഷൻ ഉടൻ തന്നെ ആരംഭിക്കാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.